നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ ജനറൽ റീഡിംഗ് കണ്ടിട്ട് റെസനേറ്റ് ചെയ്യുന്നുള്ള ആളുകൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം, റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ, നമ്മൾ എന്താ നോക്കുക എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഒന്നാമത്തെ. പിന്നെ നോക്കുന്നത് ഇപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവർ തമ്മിലുള്ളത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ, പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, ഇതിന് പ്രതിവിധികൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ, ഇതെല്ലാം ഇതിനകത്ത് പറയും കേട്ടോ. ഓറക്കിൾ മെസ്സേജ് ആയിട്ട് വരും. ഭഗവാനേ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. ഭഗവാനേ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനേ, ഭഗവാനേ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാറ്റ് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നത്, ഭയങ്കര റിലേഷൻഷിപ്പിൽ ഭയങ്കര കടുംപിടുത്തമുള്ള എനർജി ഇവിടെ വരുന്ന പോലെ. നോക്കട്ടെ, എല്ലാ കാർഡും കൂടെ ഇങ്ങനെ മറിച്ചിടാൻ പോകുന്ന പോലെ എനിക്കൊരു തോന്നലുണ്ടായി. എന്തായാലും ഇത്രയും കാർഡ് വീണിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഒന്ന്, എപ്പോഴാണ് നോ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാലും നമ്മളത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറയും. പക്ഷേ അവസാനം വരുമ്പോൾ അത് ചെയ്തു തീർക്കാൻ പറ്റില്ല, അപ്പോൾ പഴി കേൾക്കേണ്ടി വരും. ആ ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾക്ക് ദൈവം ഗൈഡൻസ് തരുന്നുണ്ട് പല രൂപത്തിൽ, മെസ്സേജസ് ആയിട്ടും പല സ്വപ്നങ്ങളായിട്ടും ലൈറ്റ് പോലെയും എല്ലാം ദൈവം തരുന്നുണ്ട് മെസ്സേജസ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? ഇപ്പം ചില സമയത്ത് പേഴ്സണൽ റീഡിങ് എൻ്റെ അടുത്ത് എടുക്കുന്നവർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ്. അപ്പോൾ ഗൈഡൻസ് അവർ കേൾക്കാനുള്ള ക്ഷമയില്ലാതെ പിന്നെ രണ്ടാമത്തെ റീഡിങ് എടുക്കും, ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗൈഡൻസ് ദൈവം തരുന്നുണ്ട്, അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു ക്ഷമയില്ല. അത് മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണോ ക്ഷമയില്ലാത്തതെന്ന് അറിയില്ല. എല്ലാം ഫുഡ് പ്രിപ്പയർ ചെയ്ത് മുമ്പിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് പോലെ നമുക്കൊന്നും അറിയണ്ട കാര്യം. ഇപ്പം ഇതിനുള്ള റെമഡി എന്താണ്, അങ്ങനെ റെമഡി ഒരു മരുന്ന് കഴിച്ചാൽ മാറും അസുഖം, മിറക്കിൾ, ഒരു എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലും റെമഡി. പിന്നെ മറ്റേ എന്താ പറയുക, കൂടോത്രം ചെയ്തത് മാറ്റുക, നമ്മളുടെ വരുതിക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് സൊല്യൂഷനായിട്ട് ആൾക്കാർ കാണുന്നത്.
പക്ഷെ അതൊന്നുമല്ല, അല്ലാതെ ദൈവം സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിച്വൽ അവയർനെസ് വളർത്തിയെടുക്കണം. അതുണ്ട്. പിന്നെ ഡിവൈൻ ടൈമിങ്. ഇപ്പം നിങ്ങളുടെ ഡിവൈൻ ടൈം, നിങ്ങൾ കുറേ കാര്യങ്ങൾ നല്ല സമയത്ത് അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ പല അവിശ്വസനീയമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മൂന്നാമത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത് അതിപ്പോൾ തൽക്കാലം ഒരു ശാന്തതയിലാണ്, പക്ഷെ ഇനിയും വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ഒന്നും കിട്ടില്ല. അപ്പം അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു പുതിയ ഈ റിലേഷൻഷിപ്പ് പോയിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, ഒരു സോൾമേറ്റ് കണക്ഷൻ. പക്ഷേ ഈ സോൾമേറ്റ് കണക്ഷൻസ് എല്ലാം വളരെ ഈസിയാണ്, വളരെ സന്തോഷമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ചിന്തിച്ചാൽ അത് നിങ്ങളുടെ മണ്ടത്തരമായിരിക്കും. സോൾമേറ്റ് കണക്ഷനിൽ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. കാരണം പഴയ ജന്മങ്ങളിലെ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫോളോ ചെയ്ത് അവർ വരുന്നത്. അപ്പം അത് ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കാനായിരിക്കാം, നമ്മളെ സ്നേഹിക്കാനായിരിക്കാം, നമ്മളോടുള്ള കടം വീട്ടാനായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ പിന്നെയുള്ളത്, നിങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയാണ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ എന്ന് ഇവിടെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് മനസ്സ് തുറക്കണം. അപ്പോൾ തേർഡ് ഐ ചക്രയും ഈ ഡിവൈൻ ഗൈഡൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാത്തത്, നിങ്ങൾ കൂടെയുള്ള ആളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പേഴ്സണ് നിങ്ങൾക്ക് വേണ്ട, ഇതല്ല എൻ്റെ പേഴ്സൺ എന്ന് നിങ്ങൾ മനസ്സിൽ ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നാൽ ഇതാണ് നിങ്ങളുടെ വിധിയെങ്കിൽ നിങ്ങൾ ശാഠ്യം പിടിക്കും തോറും ജീവിതം തീർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ. മനസ്സിലായോ? അല്ലാതെ വ്യത്യാസങ്ങളൊന്നും വരില്ല. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെയും വേറൊരു ജന്മത്തിൽ പിന്നെയും ആൾ കൂടെ വരും, പുറകെ വരും. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു വട്ടം എത്തണം. എല്ലാം ഒരു സർക്കിളാണ്. ഈ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടെ വന്ന് എത്തണം. അപ്പോൾ ഇവിടെ എത്താതെ എത്ര നാൾ ഇതിങ്ങനെ അവിടെ വഴിതെറ്റി പോകുന്നുണ്ട്, അത്രയും കാലം ജന്മം എടുക്കേണ്ടി വരും. അതാണല്ലോ സോൾമേറ്റ് കണക്ഷൻ. സോളുകൾ തമ്മിലുള്ള കണക്ഷനാണത്. പല ജന്മങ്ങളിൽ സോളുകൾ ഫോളോ ചെയ്ത് വരുന്നു എന്ന് പറയുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ തൃശൂലം എന്ന് പറഞ്ഞാൽ അന്ധതയെ പ്രകാശമാനമാക്കാനായിട്ട് ഈ ശൂലം, ഇരുട്ടിലേക്ക് ശൂലം എറിയുമ്പോൾ അത് സ്പാർക്ക് ചെയ്തിട്ട് അത് പ്രകാശമാനമാകും. അതുകൊണ്ടാണ്. അപ്പം അതുപോലെ ആവണം നമ്മളുടെ മനസ്സ്. നമ്മളുടെ മനസ്സിൽ ഇരുട്ട് പാടില്ല. ഇരുട്ടിനെ നമ്മൾ നീക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ഈഗോയും നമ്മളുടെ തോന്നലുകളും ശാഠ്യങ്ങളും ഒക്കെയാണ്. അപ്പം അതൊക്കെ മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റിഫായ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാർഡ്സ് ഭയങ്കര സ്റ്റിഫായിരുന്നു, അനങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിന്റെയും ഇപ്പോഴത്തെ എനർജി എന്താണ്? 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം മൾട്ടി ടാസ്കിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും. എന്ന് വെച്ചാൽ അവർ ഒരു സിറ്റുവേഷൻ അല്ല ഡീൽ ചെയ്യുന്ന, പല സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ ഓഫ് കോഴ്സ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെയാണ് തേർഡ് പാർട്ടി. അപ്പോൾ രണ്ടുപേരും വേറെ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരാണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അവർ പലരുമായിട്ട്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ അവർ പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ട് എന്ന് അർത്ഥം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്, എർത്ത് സൈൻ ആണത്. അത് ഒറ്റ സൈനായിട്ടല്ല വന്നേക്കുന്നത് സോഡിയ, ഇത് 3 ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട്. അപ്പോൾ ഇതിലേതുമാകാം. ഇത് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ആരുമല്ലെങ്കിൽ സയൻസ്, അത് പേഴ്സണിൻ്റെ ബർത്ത് ചാർട്ടിൽ ഈ എർത്ത് സൈൻ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവർ സ്ട്രഗ്ലിങ്ങിലാണ്. രണ്ടുപേർക്കും രണ്ടും കൈവിട്ട് കളയാൻ തോന്നുന്നില്ല. രണ്ടുപേരും ഏതാണ് ബെറ്റർ, അവരുടെ ഇപ്പോഴത്തെ പാർട്ട്ണറാണോ തേർഡ് പാർട്ടി ആണോ ബെറ്റർ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സ്ട്രഗിളിലാണ്. പക്ഷെ രണ്ടും വിട്ട് കളയാൻ ഇവർ റെഡിയല്ല. അതാണ് ഇവരുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. മദർ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് വോൺസ് ആണ് ശരിക്കും. അപ്പോൾ ഈ ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണിക്കുക. ഒരു അമ്മയാണ്, കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്, മുട്ടയ്ക്കിടയിരിക്കുന്ന സർപ്പമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വിഷമുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സാധുവായ സ്ത്രീ പോലും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഭയങ്കര ക്രൂരയായിട്ട് മാറും. മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് പ്രതികരിക്കും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ സർപ്പം കൂടി ആകുമ്പോൾ അത് കൂടിയ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ കുറച്ച് പേടിക്കേണ്ട ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. മനസ്സിലായോ?
സെവൻ ഓഫ് വോൺസ് ഇത് കാണിക്കുന്നുണ്ട്. സെവൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റ് ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സണോട് ആരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് തേർഡ് പാർട്ടിയോട് ആരെന്ത് പറഞ്ഞാലും ഇവര് അത് ചെറുത്ത് നിൽക്കും. അവർ ഭയങ്കര സപ്പോർട്ടീവാണ് തമ്മിൽ. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിക്ക് കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണിന് കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. പക്ഷെ ഇത് തമ്മിൽ ഇവർ കാണുന്നില്ല. ഇവർ കാണുന്നത് മുഴുവൻ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് തമ്മിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എന്താണ് ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ? അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവർ തമ്മിലുള്ള? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ഷഫിൾ കൂടെ ചെയ്യാം. കുറച്ച് സ്റ്റിഫ്, കുറച്ച് ഇങ്ങനെ ഒരു കടുംപിടുത്തമുള്ള എനർജി പോലെയാണ് കാണിക്കുന്നത്. ചിലർ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കില്ല, അവർ തന്നിഷ്ടമായിട്ട് ജീവിക്കുന്ന എനർജീസാണ്. അങ്ങനെ വല്ലതും ആണോ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും? അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവർ തമ്മിൽ ഹാപ്പി ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഇവർക്ക് എന്തോ ഒരു അൺഫെയർനെസ്, ഇംപൾസീവ്നെസ്, ഭയങ്കര ഒരു എന്താ പറയുക, ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും പുറമേയുള്ള ശക്തികൾ, ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഫ്രണ്ട്സ്, തേർഡ് പാർട്ടിയുടെ ഫാമിലി, എല്ലാവരും ഇതിനെതിരാണ്. മനസ്സിലായി? ഇവർക്കാണെങ്കിൽ നിങ്ങളെ ആരെയും ഡൈവോഴ്സ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇവരെ ഒരുമിക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് പാർട്ട്നേഴ്സിനെ ഉപേക്ഷിക്കില്ല. അതിൽ കൂടാതെ അതില്ലാതെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഈ ഒരു സ്ട്രഗിളിൽ ഭയങ്കരമായി, ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡിവോഴ്സ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ രണ്ടുപേരും ഷാഠ്യമുള്ളവരാണ്, രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ്. പക്ഷെ ചില സമയത്ത് ഇവർ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അത് പിന്നീട് ഇവർ റിഗ്രറ്റ് ചെയ്യേണ്ടിയും ഇടയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഹാപ്പി അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ് രണ്ടുപേരും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലല്ല സ്ട്രെസ്, പുറമേയുള്ള എനർജീസ്, നിങ്ങൾ, തേർഡ് പാർട്ടിയുടെ ഫാമിലി, എല്ലാവരും ഇവർക്ക് സ്ട്രെസ് കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ലീബ്ര, പക്ഷേ ലീബ്ര സോഡിയക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റുകൾ കാണുന്നില്ല. അവർ ചെയ്യുന്ന വിവാഹിതരാകുക അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരു പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് ഇവരൊരു തെറ്റായിട്ട് കാണുന്നേയില്ല. ഇവർ അതിനെ എതിർക്കുന്ന ആയിട്ടാണ് ഇവർക്ക് പ്രശ്നം. അപ്പൊ ഇവർ പറയുന്നത് ലോകം മുഴുവൻ ഞങ്ങൾക്ക് എതിരാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്ന ഈ അന്യായമായ കാര്യങ്ങൾ, ഇല്ലീഗലായ കാര്യങ്ങൾ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഒരു ഇതാണ് അല്ലേ? ചിലർ അങ്ങനെയാണ്. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു, ഇവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ട് അതിന് മറ്റുള്ളവർ പ്രതികരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കില്ല. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം? തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടിയെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. റിവേഴ്സ് ആണ്. ഇല്ല, അപ്രൈറ്റ് കാർഡ്സ് ഉണ്ട് എന്തായാലും. അപ്പോൾ ഉണ്ട്, അപ്രൈറ്റ് കാർഡ്സ് ഉണ്ട്. ഞാൻ മുഴുവൻ റിവേഴ്സ് ആണോ എന്ന് നോക്കി വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ മുഴുവൻ അപ്രൈറ്റ് ആക്കേണ്ടി വരും. അല്ല, കുറേ അപ്രൈറ്റ് നേരെയുള്ള കാർഡ്സും ഉണ്ട്. പക്ഷെ വരുന്നത് മുഴുവൻ റിവേഴ്സ് കാർഡ്സ് ആണ്. എന്നാലും ഞാൻ തിരിച്ചു കാർഡ്സ്. അപ്പോൾ അടുത്ത കാർഡ്സ് എടുക്കുമ്പോൾ, പക്ഷെ ഇത് ഇൻറ്റൻഷനലാണ്. ദൈവമായിട്ട്, യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഇങ്ങനെ കാർഡ് വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നമ്മളുടെ ഇതുകൊണ്ടല്ല. അപ്പോൾ
തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി അത് അംഗീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി അങ്ങനെ ചില എനർജീസ്, ആണായാലും പെണ്ണായാലും, മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങൾ നോക്കണം, എന്നെ ഇങ്ങനെ ആരെങ്കിലും താങ്ങി പിടിച്ച് നടത്തിക്കോണം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാളെ വളരെ നല്ലതാണ്. പക്ഷെ ആക്ച്വലി ഈ താങ്ങി പിടിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ പേഴ്സൺ ഇല്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണിന് കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തേർഡ് പാർട്ടി അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തും പറയാം തേർഡ് പാർട്ടിയോട്. തേർഡ് പാർട്ടി അത് ഒരു ഫ്രണ്ടിനെ പോലെ കേൾക്കുന്ന ഒരാളാണ്, പ്രതികരിക്കുന്നില്ല. അത് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒരു തന്ത്രമായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ കൂടെ നിർത്താനുള്ള. അത് പക്ഷെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സന്റെ മൊബൈൽ ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ എവിടെ പോയാലും അത് എവിടെ പോയി എന്ന് ചോദിക്കുന്നില്ല. ഇതൊക്കെ ഒരു പോസിറ്റീവ് ഇതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇതിപ്പോൾ തേർഡ് പാർട്ടി നിങ്ങൾ പല സിറ്റുവേഷനിലും തേർഡ് പാർട്ടി ഒരു അമ്മയാവാം, അച്ഛനാവാം, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ജോലിയുണ്ട്, വേറെ എന്തിലെങ്കിലും മെമ്പർഷിപ്പ് ഉള്ള ആളായിരിക്കും, എന്തിലെങ്കിലും അസോസിയേഷനിലൊക്കെ ലീഡർ ആയിരിക്കാം. അത്രയെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമ്പോർട്ടൻസ് തേർഡ് പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വിചാരം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വിജയമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതേ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇങ്ങനത്തെ ഒരാളെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ വേണ്ടിയിരുന്നത്. നിങ്ങളെ വേണ്ടാന്നല്ല, നിങ്ങൾ കമ്മിറ്റഡ് ആണ്, അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നു. അപ്പോൾ ദൈവമായിട്ട് കൊണ്ടെത്തിച്ചു കൊടുത്തതാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഇവിടെ ഏരീസ് സോഡിയാക് സൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതായിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും, പിന്നീട് അതൊരു തലവേദനയായി മാറുമെന്നുള്ളത് വേറൊരു സൈഡ്. അപ്പോൾ ഇനി എന്താണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല. തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് ആകും. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒബ്സെസ്ഡ് ആണ്. ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണം, ഏത് നേരം കോൺടാക്റ്റ് വേണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിൽ ആഗ്രഹമുണ്ട്. ഭയങ്കര ഒബ്സെസ്ഡ് ആണ് തേർഡ് പാർട്ടിയായിട്ട്. തേർഡ് പാർട്ടി നഷ്ടത്തൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. തേർഡ് പാർട്ടി എങ്ങനെയുള്ള ആളായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഒരു പെർഫെക്റ്റ് ഇമേജ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലാവുണ്ടോ? അവിടെയാണ് പ്രശ്നം. നിങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും. പിന്നെ ജീവിതത്തിൽ ഒരു ഇതും ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു ചിന്തയുണ്ട്. ഇവിടെ ജെമിനായും കാപ്രിക്കോണുമാണ് കാണിക്കുന്നത്. ഭയങ്കര ഒബ്സസ്ഡ് ആണ്, തേർഡ് പാർട്ടിയുടെ അഡിക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ചൊൽപ്പിടിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് ഇവിടുത്തെ കോമഡി, നിങ്ങളുടെ ട്രാജഡി. അപ്പോൾ ഭയങ്കര ഒബ്സസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ തേർഡ് പാർട്ടിയായിട്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? പക്ഷെ നിങ്ങൾ ഉപേക്ഷിക്കില്ല പേഴ്സൺ, അങ്ങനെ ഒരു സിറ്റുവേഷനേ വരുന്നില്ല. മനസ്സിൽ തേർഡ് പാർട്ടിയുമായിട്ട് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളെയും നിങ്ങളുടെ ബാക്കി മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും ഉപേക്ഷിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ പോകില്ല. ഇവർ ഭയങ്കര ഒബ്സസ്ഡ് ആണ് തമ്മിൽ. പക്ഷെ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം. മനസ്സിലായോ? നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ പേഴ്സണെ അവോയ്ഡ് ചെയ്യേണ്ട. ചിലപ്പോൾ നിങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരിക്കും. നിങ്ങൾ പേഴ്സണെ കൺട്രോളിൽ നിർത്താൻ നോക്കുന്നുണ്ടാവാം. അത് വേണ്ട. മനസ്സിലായോ? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്, നിങ്ങൾ സത്യാന്വേഷിയാണ്, ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കും, പേഴ്സണ് വില കൊടുക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരണം. നമ്മൾ ഒരാളെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വളരെ സാധുവായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ
എന്താ പറയുക, അളമുട്ടിയാൽ അണലി, അളമുട്ടിയാൽ അണലിയല്ലോ, നീർക്കോലിയോ, ചേരയോ, ചേര, വളരെ സാധുവായതാണ് ചേര. അളമുട്ടിയാൽ, വഴിമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മനുഷ്യനല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പ്രതികരിച്ചതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തണം. അതാണ് നിങ്ങൾക്ക് വന്ന ഓറക്കൽ മെസ്സേജസ്. മനസ്സിലായോ? നമ്മളുടെ മുമ്പിൽ താൻ സാധുവായിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ അടിച്ചമർത്താൻ നോക്കരുത്. നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വരും. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, നമ്മൾ പറയുന്ന അപ്പുറം പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അടിച്ചമർത്തുകയാണ് ചെയ്യുക. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. ഇതിപ്പോൾ ചിലർ വന്ന് പറയുന്നത് എൻ്റെ സ്വഭാവമല്ല, എൻ്റെ പേഴ്സണൽ സ്വഭാവമാണ്. ഓക്കെ, ഇതിപ്പോൾ റീഡിങ്ങിൽ ഏത് എനർജിയാണ് സ്ട്രോങ് ആയിട്ട് വരുന്നത് ആ എനർജിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിത് നിങ്ങളായിട്ട് പറയുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് പ്രതികരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സാജിറ്റേറിയസ്, ലിയോ, കാപ്രിക്കോൺ, ജെമിനായി, ഏരീസ്, ലിബ്ര, പിന്നെ ഇവിടെ വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡിലെ റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് നമുക്ക് നോക്കാം. ഭഗവാനെ, ശിവായ, ഓം നമഃ 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 ശിവായ. ആദ്യത്തെ കാർഡ് റീഡിങ് എടുത്തപ്പോൾ ഭയങ്കര സ്റ്റിഫായിരുന്നു കാർഡ്സ്. എന്നുവെച്ചാൽ കാർഡ് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കൈ പിടിച്ച് അങ്ങോട്ട് ശക്തിയായിട്ട് വെക്കും. ഇത് കണ്ടോ, ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ. ഇതിലധികം കടുംപിടുത്തം ഇല്ലാത്ത എനർജിയാണ് വരുന്നത്. രണ്ടാമത്തെ കാർഡിൻ്റെ കാർഡ് എന്തായാലും എടുക്കുകയാണ്. അതിങ്ങനെ മറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഒരു ഷഫിളും ഈ ഷഫിളും കഴിഞ്ഞ് നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ഇവിടെ രണ്ടെണ്ണം കൂടി വീണിട്ടുണ്ടെങ്കിൽ വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 3 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ആദ്യം നീ വരണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നൊരു കാർഡാണ്. ഇതിൽ പറയുന്നത് മിസ്യൂസ് ഓഫ് പവർ. നമുക്കിപ്പോൾ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം അനുഗ്രഹമാണ് ദൈവത്തിന്. നമ്മളുടേതായിട്ട് നമുക്ക് ഒരു കഴിവുമില്ല. എല്ലാം നമ്മൾക്ക് ആരോ തരുന്ന കഴിവുകളാണ്. നമുക്ക് കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റുന്ന, അനുഭവത്തിൽ വരുന്ന എന്തോ ഒരു കാര്യം നമുക്ക് തരുന്ന എനർജീസാണ്, എല്ലാ ശക്തികളുമാണത്. അപ്പോൾ ഇതിൽ നമുക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ ദ്രോഹിക്കരുത്. അത് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ആ അനുഗ്രഹം വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ ആ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ശാപമായിട്ട് മാറും എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ക്ലെൻസ് ചെയ്യണം. മൂന്നാമത്തെ കാർഡ്, ഇപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് ആളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ ഇപ്പോൾ കുറച്ചൊരു ശാന്തത വരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളങ്ങനെ അത് വിട്ടുകളയരുത്. കാര്യം നേരത്തെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കാരണം കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് 3 കാർഡ്സ് പറയുന്നത്. ഇനി തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ഇതെന്തിനാണ് ഇങ്ങനത്തെ റീഡിങ് എടുക്കുന്നത്? നമുക്ക് സങ്കടം വരും. എന്നാലും ഈ യുദ്ധത്തിന് നമ്മൾ പോകുമ്പോൾ ശത്രുക്കളുടെ നമ്മൾക്ക് അവരുടെ മൂവ്മെന്റ്സ് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം, അതിനെ പ്രതിരോധിക്കാം. അങ്ങനെ ഒരു ടാക്ടിക്കാണിത്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ അറിയുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഇതിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്, അങ്ങനെയൊന്നും റിലേഷൻഷിപ്പിൽ ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് സമാധാനിക്കാം, അല്ലേ? അതല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നറിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ? അത് കൈവിട്ട് കളയുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതൊരു പ്രതിരോധ ടാക്ടിക് പോലെയാണ്.
അപ്പോൾ ഇവിടെ രണ്ടാമത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല. ആദ്യമൊക്കെ ഇവർ ഭയങ്കര സ്വരൂപയായിരുന്നു. ആര് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ദേഷ്യം വരും. അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക്. പക്ഷെ ഇപ്പോ അടുത്തറിഞ്ഞപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ച് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരെ കുറിച്ചും ഒരു മതിപ്പുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. എന്തുകൊണ്ടാണ് അത് റിവേഴ്സ് വന്നേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവർ തമ്മിൽ ഇപ്പം അത്ര വലിയ ഹാപ്പി അല്ല, മനസ്സിലായോ? വെറുതെ ഇതിനകത്ത് ചെന്ന് ചാടി എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. ഭവാനി, 10 of wands. 10 of wands എന്ന എക്സ്ട്രീം പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ. അതുപോലെ തന്നെ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറ്റബോധം, ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇവർക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വെറുതെ വന്ന് കയറണ്ടായിരുന്നു എന്നൊരു ചിന്ത. എന്ന് വെച്ചാൽ ഇതുകൊണ്ട് വലിയ ഗുണമില്ല, പ്രശ്നങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ പ്രശ്നത്തിൻ്റെ തൊണ്ടയിൽ കുത്തി പ്രശ്നത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അപ്പൊ ആരെങ്കിലും ഇയാളെ അങ്ങോട്ട് എടുത്തോളാം, നിങ്ങളിപ്പോൾ ചെന്ന് പറയണത് നിന്റെ പേഴ്സണെ വിട്ട് തരണം എടുത്തോ എന്ന് പറയും തേർഡ് പാർട്ടി. അതുപോലെ തേർഡ് പാർട്ടിയുടെ ആൾക്കാർ വന്നിട്ട് ഈ പേഴ്സണോട്, നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിയെ വിട്ട് തരണം എന്നാണ് കൊടുക്കോ എന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, ഒട്ടും ഹാപ്പി അല്ല. ആദ്യമൊക്കെ ചിലപ്പോൾ എടുത്തു ചാടി എടുത്ത തീരുമാനം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം എടുത്തതായിരിക്കാം ഇവിടെ. എന്തായാലും ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്ന രണ്ടുപേരാണ് ഇവർ. അപ്പൊ ഇവര് രണ്ടുപേരുടെ ഇവരുടെ എനർജിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവര് ഒരാളുടെ കൂടെയും ഹാപ്പി ആവില്ല, മനസ്സിലായോ? അങ്ങനത്തെ രണ്ടുപേരാണ്. അപ്പൊ ചേരുംപടി ചേർന്നതാണ്, പക്ഷെ ഇവർക്ക് രണ്ടുപേരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? രണ്ടുപേരും വാളും പൊക്കി എന്ന് വെച്ചാൽ രണ്ടുപേരും ഒന്ന് പറഞ്ഞ് രണ്ടിനടിയാണ്, മനസ്സിലായോ? ഇവരൊപ്പം വർക്ക് ചെയ്യുന്നവരാണോ? എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പോന്നാൽ കൊള്ളാമെന്നുണ്ട് ഇവർക്ക്. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. വെറുതെ പഴി കേൾക്കുകയൊക്കെ ചെയ്തു എന്നുവെച്ചാൽ മറ്റുള്ളവർ ഇനിയിപ്പോൾ ആൾക്കാർ കളിയാക്കില്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല, ഞങ്ങൾ കാണിച്ചു തരാം ഇത് സക്സസ്ഫുൾ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നാണ് രണ്ടുപേരുടെയും ചിന്ത, മനസ്സിലായോ? ഇത് ഓഫീസിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്യണം, ജോലിയിൽ ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടണം, എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് അകന്ന് പോകണം എന്ന് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ചിലപ്പോൾ ഇതിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും, ചിലപ്പോൾ രണ്ടുപേരും എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എബ്രോഡ് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും തേർഡ് പാർട്ടി വസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും ദൂരെ ഇവിടെ പോകാം, തേർഡ് പാർട്ടിക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഏത് സ്ഥലത്തേക്ക് പോകാമെന്ന് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ ആലോചിക്കുന്നുണ്ട്. അതിന് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ എങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. കാരണം ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആൾക്കാരുടെ മുമ്പിൽ വലിയ ജാടയിട്ട രണ്ടുപേരാണ്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലും മനസ്സിലായി, നിങ്ങളെ വേണ്ട, ഞാൻ ഇവിടെ ഹാപ്പിയാണ് എന്നൊക്കെ ആദ്യം വലിയ ഗമയിൽ ഡയലോഗ് അടിച്ചിരുന്ന ആളുകൾ ഇനിയിപ്പോൾ നിങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊരു ടെൻഷൻ ഉണ്ട് ഇവർക്ക്. കാരണം റിലേഷൻഷിപ്പ് അൺസക്സസ്ഫുൾ ആണ് കേട്ടോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പോൾ ഇവിടെ ഇവര് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ചോയ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മൊത്തം ഡിസപ്പോയിൻമെൻ്റ് ആണ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവര് ഒന്നില്ലെങ്കിൽ കറണ്ട് പാർട്ട്നേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ നാട് വിടും, ഏതെങ്കിലും ഒരാൾ കേട്ടോ. ഒരാൾ പോയാൽ തന്നെ മറ്റേ ആൾ രക്ഷപ്പെട്ടു, അതാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞു. ഇനി എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? തേർഡ് പാർട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്ട്രെസ്സൊക്കെ ഭയങ്കര സ്ട്രെസ്, എല്ലാ റിലേഷൻഷിപ്പിലും സ്ട്രെസ് ഉണ്ട്. അപ്പം നിങ്ങളായിട്ട് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസിലുള്ള സ്ട്രെസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഇപ്പോൾ ഓഫീസ് പാർട്ടികളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ പോയാണ് ഇവർ ക്ലോസ് ആയത്, മനസ്സിലായോ?
അപ്പോൾ മാനേജ്മെന്റിനെ ചീത്ത പറഞ്ഞും ബോസിനെ ചീത്ത പറഞ്ഞും എല്ലാവരും ചീത്ത പറഞ്ഞ് ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ സ്ട്രെസ്സിലേക്ക് പോയി അത്. അപ്പോൾ ഈ സ്ട്രെസ്സിന് കുറേ റിലീസായിരുന്നു ഈ തേർഡ് പാർട്ടി. മനസ്സിലായി? അങ്ങനെയാണ്. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒഫീഷ്യൽ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും, പിന്നെ പണപരമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്ന് രണ്ടുപേരും തമ്മിൽ സഹായിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കുറച്ച് പ്ലെയർ എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ഓക്കെ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ളവരായതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് പൊക്കോളും എന്ന് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വിചാരിച്ചു. അപ്പം നിങ്ങളുടെ പേഴ്സൺ പ്ലെയർ ആണ്, തേർഡ് പാർട്ടിയും പ്ലെയർ ആണ്. മനസ്സിലായി? തേർഡ് പാർട്ടിയും സമയത്തിന് അനുസരിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി വെക്കുക. അല്ല തേർഡ് പാർട്ടിക്ക് ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല ആരോടും. തേർഡ് പാർട്ടി അങ്ങനെ ആരെയും സ്നേഹിക്കുന്നുമില്ല. അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് മാത്രമുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണും അതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ ഇവർ തമ്മിൽ ഒരു ടെൻഷനായി. അതാണ് ഇവർക്ക് പ്രശ്നമായിരിക്കുന്നത്. ഇത് റിലേഷൻഷിപ്പ് അൺസക്സസ്ഫുൾ ആകുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു താൽക്കാലികമായ ആശ്വാസമായിരുന്നു രണ്ടുപേരും. പക്ഷെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം സംസാരിച്ച് കാട് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഈ ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലരും വലിയ പ്രശസ്തിയിലിരിക്കുന്ന ആൾക്കാർ എപ്പോഴും അവർ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. മനസ്സിലായി? എന്ന് വെച്ചാൽ ഓരോ വാക്കുകളും ആൾക്കാർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വളച്ചൊടിക്കപ്പെടും, എങ്ങനെ അത് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് പറയും. ഈ അടുത്ത ഒരു അദ്ദേഹം, വലിയ പ്രശസ്തനായിരുന്ന ഒരു അദ്ദേഹത്തിനെ കുറിച്ച് ആരോ ഒരാൾ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. അതിപ്പോൾ ഭയങ്കര പ്രശ്നമായി. പേഴ്സൺ എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇത് വേണ്ടേ നമ്മൾ? ഒന്നാമത് ഒരാളെക്കുറിച്ച്, മരിച്ചു പോയവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം അവർക്ക് വന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. അത് തന്നെ ഒരു തെറ്റായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രശസ്തരായവരെ കുറിച്ച് നമ്മൾ അനാവശ്യം പറയാൻ പാടില്ല പബ്ലിക്കലി, അല്ലേ? അത് കാരണം ബാക്ക് ഫയർ ചെയ്യുന്നത് ഡെഫിനറ്റ് ആണ്. എന്തിനാ അത് ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ കുറേ പേര് എയറിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും പല സ്വകാര്യമായ കാര്യങ്ങളും പരസ്പരം പറഞ്ഞിട്ട് അത് തമ്മിൽ പാരയായി. ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് ബോധമില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടോ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോടോ പല സീക്രട്ടീവായ കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ അത് അരമന രഹസ്യം അങ്ങാടി പാട്ടായ പോലെ സിറ്റുവേഷൻ. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ ആരോടും പറയാത്ത കാര്യങ്ങൾ, തേർഡ് പാർട്ടിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ അവരുടെ കൊളീഗ്സൊക്കെ അറിയാൻ തുടങ്ങി. നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് പ്രശ്നങ്ങൾ മനസ്സിലായെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം സസൂക്ഷ്മം സന്തോഷത്തോടെ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ കോളമായി. സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ, വേറെ ആരും സോഡിയാക് സൈൻ വന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഉദ്ദേശം. നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിച്ചത്, പക്ഷെ കോളമായി. ഇപ്പോൾ ഈ സിറ്റുവേഷനെല്ലാം കഴിഞ്ഞപ്പോൾ തേർഡ് പാർട്ടിയുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് ഇവിടെ രണ്ടുപേരും ഭയങ്കര കുളമായെങ്കിലും നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് തമ്മിൽ ഭേദം തൊമ്മനാണെന്നാണ്. ഇതുണ്ട് 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ്. ശരിയാണ്. കാരണം ഇവർ ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരാണ്. ഒരേ വേവ് ലെങ്ത്. ഇപ്പോൾ എൻ്റെ സ്വഭാവം പാരവയ്ക്കലാണെങ്കിൽ ഞാൻ ഒരാളോട് ഭയങ്കര ക്ലോസ് ആണ്, ആ പേഴ്സണും പാരവയ്ക്കുന്ന സ്വഭാവമായിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഒരേ സ്വഭാവമാകുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നല്ലോണം പാരവയ്ക്കുന്നവരാണ്. പക്ഷെ അവർ തമ്മിലൊരു യൂണിറ്റി ഉണ്ട്. അവർക്ക് പണം സമ്പാദിക്കാൻ അറിയാം, റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പണത്തിനെ എങ്ങനെ ചെലവാക്കണമെന്നറിയാം. അവർ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലായി? തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു ഫ്യൂച്ചർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചത്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ. ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്. കാരണം തേർഡ് പാർട്ടി കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ കുറേ പണമുണ്ടാക്കി, തേർഡ് പാർട്ടിയും കുറേ പണമുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഒരു വലിവുണ്ട്. ആ സൈഡിലേക്ക് പ്രശ്നങ്ങളുണ്ട്, രണ്ടുപേരും ഭയങ്കര പ്രശ്നങ്ങളുടെ കൊടുമുടിയിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയോട് ഫീലിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അടിപൊളി. പക്ഷേ ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാനായിരിക്കും. കാരണം ഇവിടെ എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ്. ഇവിടെ ഫുൾ കാർഡ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. റിവേഴ്സ് ആണെങ്കിൽ ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്, തിരിച്ച് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകാനാണ്. രണ്ടാമത് ബ്രേക്ക് എടുത്തിട്ട് അപ്പോൾ ഈ പേഴ്സൺ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്? നിങ്ങളുടെ പേഴ്സൺ അറ്റ്ലീസ്റ്റ്
എന്തിനാണ് പുറത്തേക്ക് പോകാനും തേർഡ് പാർട്ടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? തിരിച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോകാനാണ്. മേ ബി തേർഡ് പാർട്ടിയെ പോലത്തെ ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സണ് വളരെ റെയർ ആയിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് പോകുന്നത് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. മനസ്സിലായി? കുറെ കൂടെ പൈസ സമ്പാദിക്കണം, അതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ. എന്നിട്ട് തിരിച്ച് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകണമെന്നാണ്. കാരണം ഇവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ 10 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ്. തേർഡ് പാർട്ടിയിലേക്ക് ഇതൊരു മാരേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ ഒരു ഫീലിംഗ് ഇവരുടെ നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. തേർഡ് പാർട്ടിക്ക് എന്താണ് ഫീലിങ്സ് നമ്മൾ നോക്കുന്നില്ല. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇതിനിടയിൽ കിടന്ന് വട്ടം ചുറ്റണം, പൊട്ടിത്തെറി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു വലിയൊരു അടി വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളിത് തിരിച്ചറിയണമെന്ന് പറയുന്നുണ്ട്. അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് ചെറുക്കാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു ധൈര്യം, ഒരു എന്താ പറയാ, ഒരു ആരോഗ്യം അല്ലെ, ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വേണമെന്ന്. കാരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം ഒരു ടവർ മൊമെന്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, വലിയൊരു ടവർ മൊമെന്റ്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം, അതിനെ പ്രതീക്ഷിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ശാന്തതയാണെങ്കിലും വലിയൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതിനെ പ്രതീക്ഷിച്ചിരിക്കുക, അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കണം നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ പൈസ കൊടുത്തപ്പോൾ എനിക്ക് എബ്രോഡ് പോകണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് നീ എനിക്ക് പൈസ തരണം, ഫ്ലൈറ്റ് ടിക്കറ്റിനും പിന്നെ അതിനും ഇതിനൊക്കെ ഉള്ള പൈസ തരണം എന്ന് നിങ്ങളോട് വന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നതാണ് ഈ പേഴ്സൺ എന്ന് വിചാരിച്ച എല്ലാ പൈസ മുഴുവൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിലാവും. ഈ പേഴ്സൺ പോകാനുള്ളത് പോവുകയും ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള പൈസയും കൂടെ പോകും. അതും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. സ്കോർപിയോ, വെർഗോ, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ്. അക്വേറിയസ്, ഏരീസ്, സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ വന്നിട്ടില്ല. പിന്നെ വെർഗോ, യെസ്, ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ്. ലോകത്ത് എന്തൊക്കെയാണ് നടക്കണല്ലേ? ഇപ്പോൾ ടെക്സസിലും നമ്മുടെ ഹിമാചൽ പ്രദേശിലും മെക്സിക്കോയിലും എല്ലാം നമ്മൾ ഹിമാചൽ പ്രദേശ് മാത്രമല്ല, ഹില്ലി ഏരിയാസിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ മഴയും ഫ്ലഡ്സും എല്ലാം വന്നു. എത്രയോ ആളുകളാണ് മരിച്ചു പോയത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് മഴക്കാലത്ത് നമ്മൾ അധികം ടൂറ് പോകാണ്ടിരിക്കുക. വെക്കേഷൻ സമയമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെന്ന് കയറാതിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട്, ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. നമ്മളെ ഫാമിലിയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ പോകുമ്പോഴേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. നമുക്ക് ആ ടെക്സസിലെ എത്രയോ കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അതവർ വെക്കേഷൻ ക്യാമ്പിങ്ങിന് പോയതാണ്, മനസ്സിലായി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. ഭഗവാനെ, ഓം നമ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നമ്മൾ നമ്മളുടെ സ്ഥലത്ത് മാത്രം കുറിച്ച് ആലോചിക്കുന്നവരാണ് നമ്മളല്ലേ. ലോകത്തെല്ലായിടത്തും ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, എന്തൊക്കെ ഭീകരം, സുനാമി, എർത്ത് ക്വേക്സ്. നമ്മളെല്ലാം ഒന്നാണ്. യൂണിവേഴ്സിൽ നമ്മൾ ഒരു ഭൂമിയിലും അകത്ത് താമസിക്കുന്ന എല്ലാവരുമാണ്. അപ്പം നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മളുടെ വീട് മാത്രമല്ല നമ്മളുടെ ഉത്തരവാദിത്വം, ലോകം മുഴുവൻ നമ്മളുടെ ആളുകളാണെന്നൊരു ചിന്ത വേണം നമുക്ക്. കാരണം നമ്മളെല്ലാം എനർജി വൈസ് നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. ഒരാളെ ബാധിക്കുന്ന കാര്യങ്ങൾ നാളെ നമ്മളെയും ബാധിക്കും. അതൊന്നും ആലോചിക്കുക കേട്ടോ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കാർഡ് മറിഞ്ഞില്ല. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ്. വാവ്,
ഓക്കെ, ഇനി വരുമോ നോക്കാം കാർഡ്സ്. ഭഗവാനെ നമഃ ശിവായ, നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ ഇത് മറന്നിട്ടില്ല. 3 കാർഡ്സ് മറിഞ്ഞിട്ടുണ്ട് എന്തായാലും. ഒന്നാമത്തെ കാർഡ് പറയുന്ന ബീങ് പൊളൈറ്റ്. നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ പരിചയമില്ലാത്ത ആളുകൾ ആരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് ദയവോട് കൂടി സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നിങ്ങൾ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണം. എടുത്തു ചാടി ആരോടും വഴക്കിടാനോ ആരെയും ഉപദ്രവിക്കാനോ ശ്രമിക്കരുത്. അവർ പറയുന്നത് സമാധാനത്തോടെ കേട്ടിട്ട് അതിന് മറുപടി പറയുക. അല്ല അവർ തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നതെന്ന്, മനസ്സിലായി, അങ്ങനെ പറയരുത്. നമുക്കറിയില്ല, ഇതെല്ലാവർക്കും എനിക്കും പറ്റുന്നതാണ്. ആരെങ്കിലും എനിക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യം പിന്നെയും ആ പേഴ്സൺ സംസാരിക്കുമ്പോൾ ഇത് ഈ പേഴ്സൺ ഇതാണ് പറയാൻ പോകുന്നതെന്ന് നമ്മളങ്ങ് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ആ പേഴ്സൺ വേറൊരു കാര്യം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിലോ, അല്ലേ? അപ്പം നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യരുത്, പറഞ്ഞോട്ടെ, കേട്ടിട്ട് നമുക്ക് വേണോ വേണ്ട എന്ന് വെക്കാം. രണ്ടാമത്തെ കാർഡ് പിന്നെ കുണ്ടലിനി യോഗ. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാവാം, സങ്കടങ്ങൾ, പെട്ടെന്ന് കരച്ചിൽ വരിക. സ്ത്രീകൾക്ക് എപ്പോഴും ഓരോ സൈക്കിൾ അനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മളെ പെണ്ണുങ്ങൾ കൂടുതൽ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ശരീരചക്രം അത് ഒരു എന്താ പറയുക ബയോളജിക്കൽ ക്ലോക്ക് ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് അറിയാം എന്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ വരും നമുക്ക് ഇമോഷണൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും, ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം നമ്മൾ വായിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോർമൽ ആകുമ്പം നമുക്ക് അയ്യോന്നാവും. പിന്നെ അവർ ചിലപ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ചക്രാസ് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് എനർജി ക്ലെൻസിങ് നടത്തണം കേട്ടോ. അതിന് യോഗയാണ് ബെസ്റ്റ് എന്നാണ് പറയുന്നത്. യോഗ ഒരു മതത്തിൻ്റെയും കാര്യമല്ല, ഒരു ജീവിത രീതിയാണ് യോഗ. ഇപ്പോൾ നിസ്കരിക്കുമ്പോഴും നമ്മൾ കുനിഞ്ഞ് മൂക്ക് മുട്ടിച്ചിട്ടാണ്, അല്ലേ? അങ്ങനെയാണ് നിസ്കരിക്കുക. അതൊരു ബ്രീതിങ്ങിൻ്റെ ഒരു ഇതാണത്. മൂക്ക് നമ്മൾ അമർത്തി വെക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ പാളം ആ ഒരു ഹോൾസ് തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റും. നമ്മളെ പൂർവികർ ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് നമ്മളുടെ എല്ലാം നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു എക്സസൈസും കൂടിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് കൂടും. അത് നിസ്കരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. അതുപോലെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ ചെല്ലുമ്പോൾ, അല്ലേ, നമ്മൾ അമ്പലത്തിൽ അത് അവിടെയും നമ്മൾ നമസ്കരിക്കുന്നുണ്ട് ദൈവത്തിന് മുമ്പിൽ. അതൊക്കെ നമ്മളുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, എനർജി റിലീസിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണ്? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. കുറച്ചൊരു കഷ്ടകാലത്തിൽ കൂടിയാണ് അവർ പോകുന്നത്. ഇപ്പോൾ ലക്കൊന്നുമല്ല, നല്ല സമയമല്ല അവരുടെ ഒരു ചീത്ത സമയത്ത് കൂടിയാണ് അവർ പോകുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ സിറ്റുവേഷൻ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചേഞ്ച് അവരുടെ റിലേഷൻഷിപ്പിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അതിനെ അവർ എതിർക്കുന്നു, അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. പക്ഷെ അവരത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ ഇവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ ലോകത്തിനെ മൊത്തം ഇവർ പ്രതിരോധിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നൊരു ചിന്ത. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനെ തരണം ചെയ്തോളാം എന്നൊരു ചിന്ത പോലെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അതുപോലെ തന്നെ അവരുടെ കഷ്ടകാല സമയത്ത് കൂടിയാണ് അവർ പോകുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പൈസീസ്. പക്ഷെ എന്നാലും അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവർ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സ്ട്രെങ്ത് രണ്ടുപേരും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല രണ്ടുപേരും. അത് അവോയ്ഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ വളരെ മോശമാണെങ്കിലും അവരതിൽ മുറുക്ക പിടിച്ചു നിൽക്കുകയാണെന്ന് പറയുന്നത് പൈസീസ് സോഡിയാക് സൈൻ കാണുന്നുണ്ട്. ചില സോഡിയാക് സൈൻസിന് വാശി കൂടും. പ്രത്യേകിച്ച് അവരൊരു കാര്യം തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നൊരു ബോധം വന്നാലും അതിനെ അവർ ഉപേക്ഷിക്കില്ല. കാരണം അവരുടെ ഈഗോ ഭയങ്കര ഹൈ ആണ്.
അപ്പോൾ അവർ തെറ്റാണെങ്കിൽ പോലും അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ളിൽ അവർ സ്വയം പഴിച്ചാലും പബ്ലിക്കിന് അവരത് കാണിക്കില്ല. കാരണം അവരുടെ വില പോകുമെന്നൊരു പേടി, അതൊരു വീക്ക്നെസ് ആണ് അവരുടെ. അങ്ങനെ ഒരു ഇതും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിൽ ഇത് ശരിയായില്ല എന്ന് തോന്നിയാലും പബ്ലിക്കിൽ അത് പറയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇത് ബന്ധാണ്. ആൾക്കാരൊക്കെ വീട്ടിലാണോ എല്ലാവരും, അതോ ഓഫീസൊക്കെ ഉണ്ടോ എല്ലാവർക്കും? യാത്ര പോകേണ്ടി വരുന്ന അത്യാവശ്യം വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്, ഫെർട്ടിലിറ്റി, ഇപ്പോഴും ആക്റ്റീവായ റിലേഷൻഷിപ്പാണ്. അത് മാത്രമല്ല ഇവിടെ ഒരു ഫിനാൻഷ്യലി ഒരു നർച്ചറിങ് കെയറിങ് ആയ ഒരു എനർജി ഉണ്ടെന്ന് പറയുന്നുണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇമോഷണലി പ്രശ്നങ്ങളുണ്ട് ഇവർ തമ്മിൽ. ചിലപ്പോൾ ഒരാൾ ഭയങ്കര മൂടിയായിരിക്കാം, പെട്ടെന്ന് സ്വഭാവം മാറുന്ന ഒരു എനർജി ആയിരിക്കും. ഇവർ തമ്മിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഇവർ സ്വരമയോടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. ഇവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ മാറുമെന്നൊരു പ്രത്യാശ ഇവർ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഗ്രോത്ത് ഉണ്ട്, ഇനിയും ഫെർട്ടൈലാണ്. ഈ റിലേഷൻഷിപ്പ് മുരടിച്ച് പോയിട്ടില്ല, ഇല്ലാതായിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ടോറസ്, ലീബ്ര, അക്വേറിയസ്, സോഡിയാക് സൈൻ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇവർ തമ്മിലൊരു ഇമോഷണൽ പ്രശ്നമുണ്ട്. മനസ്സിലായി? ഇവർ തമ്മിൽ കുറേ കാര്യങ്ങൾ സ്വകാര്യമായിട്ട്, ചില റിലേഷൻഷിപ്പ് ഭയങ്കര ഫോർമലായി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരു മൂടുപടം ഇട്ടിട്ടാണ് പെരുമാറുന്നത് തമ്മിൽ. സീക്രറ്റ്സ് ഒന്നും പുറത്ത് പറയുന്നില്ല. ഇവർ തമ്മിൽ അവരുടെ നല്ല സൈഡ് മാത്രമേ മറ്റേയാളെ കാണിക്കുന്നുള്ളൂ എന്നൊരു കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്വരുമയോടെയാണ്. ഇപ്പോൾ ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം അറിയാവുന്നവർ ഇവരോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവർ പറയും അങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം, ഇത്രയും നാളായിട്ട് എൻ്റെ കൂടെയുള്ള ആളല്ല, അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം എന്താണ്? ഒരു ഡിസിഷൻ എടുത്ത് തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു മാരീഡ് റിലേഷൻഷിപ്പ് അല്ലേ? കമ്മിറ്റ്മെന്റ് മാത്രം ആയിട്ടുള്ളൂ, ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലേ? കാരണം ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് കല്യാണം കഴിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം. തേർഡ് പാർട്ടിയെ, പക്ഷെ അതൊരു ടവർ മൊമെന്റിലേക്ക് പോകുമോ എന്നൊരു പേടിയും കൂടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതിലാണ് ഈ പേഴ്സണ് സന്തോഷം. പക്ഷെ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുത്ത് ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ? ഈ റിലേഷൻഷിപ്പ് അവതാളത്തിലാകുമോ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഒരു പേടിയുണ്ട്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമോ, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ എന്നൊരു പേടിയുണ്ട്. സ്കോർപിയോ, സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണും? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും പണ്ടേ പരിചയമുള്ളവരാണ്. പണ്ടേ പരിചയമുള്ളവരാണ്, പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അകന്നു പോയവരാണ് ഇവര്. ഇപ്പൊ രണ്ടാമത് ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ ഇവര് അടുക്കാനിടയായി. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ നേരത്തെ തന്നെ ഈ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു പഴയ ഫീലിങ്സ് ഒക്കെ ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു ബാലൻസ് കൊണ്ടുവരണം. നേരത്തെ ഈ പേഴ്സന്റെ തേർഡ് പാർട്ടിയുടെ ഫാമിലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടും റിലേഷൻഷിപ്പാണ്, തേർഡ് പാർട്ടിയുമായിട്ടും റിലേഷൻഷിപ്പാണ്. പക്ഷേ പണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് ഇപ്പം ആരെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു ഇൻഡിസിഷൻ്റെ കാർഡ് വന്നു, ഇവിടെ ഒരു ഇൻഡിസിഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സിനെ കുറിച്ചിട്ട് വരുമ്പോൾ ഇന്റൻഷനിലും ഒരു ഇൻഡിസിഷൻ ഉണ്ട്, ഫീലിങ്സ് വരുമ്പോഴും ഒരു ഇൻഡിസിഷൻ ഉണ്ട്. ആരെ ചൂസ് ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി വിവാഹം കഴിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ.
കാരണം പണ്ടേ പരിചയമുള്ളത് ആ ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണിന്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങളോടാണോ ശരിക്കും ഫീലിങ്സ് തേർഡ് പാർട്ടിയോടാണ്? പണ്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണോ കൂടുതൽ സ്ട്രോങ്ങർ, ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ കൂടുതൽ സ്ട്രോങ്ങർ എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സൺ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ആയിട്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏരീസ്, സാജിറ്റേറിയസ്, ലിയോ മൂന്നും ഫയർ സയൻസ് ആണ്. 3 ഫയർ സയൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സന്റെ ഹൃദയത്തിൽ എന്നുവെച്ചാൽ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് കൂടുതൽ പണം, പ്രശസ്തിയുള്ള ഒരു ആളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ തേർഡ് പാർട്ടി അങ്ങനത്തെ ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി വളരെ പ്രശസ്തിയുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാണ്, ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ്, നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുള്ള ആളാണ്. ഇനി തേർഡ് പാർട്ടിയുടെ ഫാമിലിക്ക് ഇപ്പോഴും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും, പക്ഷെ നേരത്തെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് സെപ്പറേറ്റ് ആവേണ്ടി വന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഒരു ചായ്വ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഈ പേഴ്സണ് കാണിക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ഒരു അൺഫോക്കസ്ഡ് ആണ്. ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെയാണ് വിവാഹം കഴിക്കണമെന്നെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതുകൊണ്ട് വന്ന് കല്യാണം കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിന്നിട്ട് നിങ്ങളുടെ സമയം ചെലവാക്കേണ്ടതുണ്ടോ? ഈ റിലേഷൻഷിപ്പ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പേഴ്സൺ ഒരു ഇൻഡിസൈസീവ് ആണ്. നാളെ ഒരിക്കൽ തേർഡ് പാർട്ടിയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ച് ഈ പേഴ്സൺ തേർഡ് പാർട്ടി വിവാഹം കഴിച്ചാൽ നിങ്ങൾ എവിടെയാവും? അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന അധികം പ്ലാനിങ് ഒന്നും എടുക്കേണ്ട, ഇതൊരു ഒരു ഫോക്കസ്ഡ് ആയ ഒരു റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് സമയം ഇതിന് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യ്, എനിക്ക് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ അവിടെ ഹോൾഡിൽ ഇട്ടേക്കാണ്. മനസ്സിലായോ? മറ്റേ പേഴ്സണെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോൾഡിൽ അവിടെ ജീവിതകാലം മുഴുവൻ കിടക്കും. ഈ പേഴ്സൺ വന്ന് പറയും ഞാൻ നിന്നെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോവില്ല. അപ്പം അത് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവാന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സ്റ്റക്കായിട്ട് ഇരിക്കണ്ട കേട്ടോ. അത് നിങ്ങളുടെ ജീവിതം തൊലച്ച് കളയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് 3ാമത്തെ കാർഡിന്റെ റീഡിങ്. ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാ സപ്പോർട്ടിനും നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.